കുടുംബത്തിന് അവന് നഷ്ടമാവും. എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ കുറച്ചാൾ മാറിക്കേണ്ടി വരും. എടാ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമ്പോഴേ അവന്റെ വില എന്താന്ന് ആ കുടുംബം മനസ്സിലാക്കത്തുള്ളൂ. അക്രമം കാണിക്കാൻ എളുപ്പമാണ് മക്കളെ, പക്ഷെ അത് പിന്നെ പരിഹരിക്കാൻ നമ്മള് ഒരുപാട് 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 കഷ്ടപ്പെടേണ്ടി വരും. അതിന് നല്ലത് അക്രമം കാണിക്കാതിരിക്കുന്നല്ലേ? ശരി അച്ചോ. അല്ല, അച്ഛനല്ല, ആശാനെ. അപ്പോ മൊത്തത്തിൽ ആശാൻ കൈവിട്ട് പോയല്ലേ? കുറെ നാളായില്ലടാ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നേ. ഒരു മാറ്റം ആർക്കായാലും എപ്പോഴായാലും വേണ്ടേ? ആശാൻ നാളെ ഒരു ലോഹം മേടിച്ചു തരാം. അല്ല, ആശാനെ ചേരുന്നത് അതാണ്. ആശാനെ, ആശാനെ, അപ്പൊ ഇനിയുള്ള കളക്ഷൻ അത് നീ കിട്ടുന്ന പോലെയൊക്കെ വാങ്ങിക്കേ. ഈ അടി ഇടിയൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് പറ്റുന്ന പോലെ വാങ്ങിക്കാൻ നോക്ക്. ഇനിയിപ്പോ പറ്റുന്നില്ലെങ്കിൽ മുട കാണിക്കുന്നതിന് മുന്നിൽ മാത്രം നമുക്ക് നമ്മുടെ മുട എടുക്കാം. ആശാനെ, ഒരു സംശയം കൂടെ. ഏതാണ് ആശാൻ ആ പെണ്ണ്? ഏത് പെണ്ണ്? അല്ല, ആശാനെ കുറച്ചു മുമ്പേ വിളിച്ച ആ പെണ്ണേ. അല്ല, ആ കിളിന്നത് ഞാനും കേട്ടായിരുന്നേ. അത് നേരത്തെ വിളിച്ചതാ. അതിന്റെ ഒരു സുഹൃത്താ. അതേത് സുഹൃത്ത്? അങ്ങനെ ഒരു പെൺ സുഹൃത്തിന്റെ കാര്യം ആശാന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സുഹൃത്തുണ്ട്. അതൊക്കെ നീ വഴിയേ അറിഞ്ഞോളൂ. അപ്പോഴേ ബാക്കി കാര്യങ്ങളൊക്കെ നീ ഇപ്പോ ഹാൻഡിൽ ചെയ്തോണം കേട്ടാ. ഇത് നടക്കില്ല മാഡം. ഇവരുടെ ഈ അവസ്ഥയില് ഇവരെവിടെ നിന്ന് ഇറക്കി വിട്ടാ ഇവരെവിടെ പോവാനാ? തൊഴിലെടുക്കാനാവില്ല. കൃത്യമായ മരുന്നും ഭക്ഷണവും വേണം. ഇവിടെ ഇപ്പൊ മഹേന്ദ്ര സാറിന്റെ കാരുണ്യത്തിലാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. ഇത് മുടക്കിയ ഇവർക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. മാണിക്കോത്ത് ഗ്രൂപ്പുകൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചിലത് മാത്രമാണിത്. ഇതിപ്പോ നിങ്ങളിവിടെ വന്നതുകൊണ്ട് അറിഞ്ഞു. ഇതുപോലെ നിരവധി ആളുകളുടെ ചികിത്സയും താമസവും ഭക്ഷണവും എല്ലാം ഒരു മുടക്കവും കൂടാതെ മാണിക്കോത്ത് കുടുംബം നടത്തി പോരുന്നുണ്ട്. അത് എത്രത്തോളം എത്തിക്കാമോ അത്രത്തോളം എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മാഡം, ഈ പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇവിടെ താമസിച്ചിരുന്നത് ഈ രോഗികളായ സ്ത്രീകളൊന്നും അല്ല. ഈ പറയുന്ന മഹേന്ദ്രന്റെ കമ്പനിയിലെ തൊഴിലാളികളാ. അവർ ഞങ്ങളോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. ഒരിക്കലും അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇവരൊക്കെ ഇവിടെ സ്ഥിര താമസക്കാരാ. രേഖകൾ വേണമെങ്കിൽ കാണിക്കാം. ഞാനിവിടുത്തെ മെമ്പറാണ് മാഡം. ഈ പഞ്ചായത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്കറിയാവുന്നതുമാണ്. ഇവരെ ഇപ്പൊ ഇവിടെ നിറയ്ക്കുക കളക്ടർക്കെതിരെ തീർച്ചയായും ജനം തിരിയും. അത് പിന്നെ വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യും. മാഡം, ഈ പറയുന്നതൊക്കെ കള്ളത്തരോ? അന്ന് വന്ന കണ്ട അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം ഇവിടുന്ന് പോകും. ഗുണ്ടകൾ കയറി താമസിക്കുകയും ചെയ്യും. മാഡത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും തന്ത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കാനാവില്ല. പക്ഷേ ഈ സ്ത്രീകളെ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് ഇറക്കി വിടാനും ആവില്ല. അനു, ഈ 12 കുടുംബങ്ങളിലെ രോഗികളായ സ്ത്രീകളെയും കളക്ടറുടെ പ്രത്യേക പരിഗണനയിൽ മരുന്നും ഭക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട്
സർക്കാരിന്റെ തണൽ അഗതി മന്ദിരത്തിലേക്ക് മാറ്റാൻ. പ്രസവവും മരണമൊന്നും അതിനെ ബാധിക്കേണ്ട കാര്യമില്ല. ഏയ് അതല്ലമ്മേ, അയാൾ ആകെ പരിങ്ങല്ലാണ്. അമ്മേ, അവന് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ്. എടാ, എന്താണ് നിനക്ക് പറ്റിയേ? സങ്കടങ്ങൾക്ക് മുന്നിലും കണ്ണീരിന് മുന്നിലും വീണു പോകുന്നതിനായിരുന്നില്ലല്ലോ നീ. ഞാൻ വളർത്തിയ വിഷ്ണു ഇങ്ങനെ ആയിരുന്നില്ലല്ലോടാ. പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ? എടാ, എന്താണ് നിനക്ക് പറ്റിയത്? നീ എന്താ ദാനധർമ്മത്തിന് ഒരുങ്ങാണോ? എടാ, പണം വാങ്ങിക്കാൻ വിട്ട പണം വാങ്ങിക്കണം. അമ്മ, അവരുടെ അവസ്ഥ കൂടി നമ്മൾ നോക്കണ്ടേ? എടാ, അങ്ങനെ നോക്കാൻ പോയ നമ്മുടെ അവസ്ഥ എന്താവുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? എടാ, നിന്നെ കണ്ടുകൊണ്ട് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. പഴയ ഇടിവള വിഷ്ണുവിന്റെ ബലത്തിൽ. അല്ലാതെ മാനസാന്തരം വന്ന വിഷ്ണുവിനെ എനിക്ക് ഈ പണിക്ക് വേണ്ട. ഇതെന്താ നിന്റെ ഈ മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നീ ഈ പറയുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വാക്കേ ഉള്ളൂ. എടാ, ചതിക്കരുത്. എടാ, നമ്മൾ നേരത്തെ നടത്തിയിരുന്ന പോലെ അല്ല കാര്യങ്ങള്. നമ്മളെ പോലെ നിരവധി ആളുകൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പുറം പാർട്ടിക്കാരും വന്ന് ചാടിയിട്ടുണ്ട്. എടാ, അവരെയൊക്കെ നേരിട്ട് കൊണ്ട് വേണം നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ.